ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. അന്നത്തെ എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പം നമ്മളിന്ന് വേറെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, തെർമോഡൈനാമിക്സ് എന്നൊരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. തെർമോഡൈനാമിക്സ്. Chemical energy stored by molecules can be released as heat during chemical reactions when a fuel like methane, cooking gas or coal burns. അപ്പൊ എന്താണ്, നമുക്ക് ഒരു ഫ്യൂവൽ പോലെ, എന്താണ് മീഥേൻ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് പോലത്തെ ഒരു ഫ്യൂവൽ നമ്മൾ കമ്പഷൻ നടത്തുകയാണ്. അതിലൂടെ നമുക്ക് എന്താ, ആ മോളിക്യൂൾസിൽ അതിന്റെ ഫ്യൂവലിന്റെ മോളിക്യൂൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്ക് ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. The chemical energy may also be used to do mechanical work when a fuel burns in an engine or to provide electrical energy through a galvanic cell like ഡ്രൈ സെൽ. ഇപ്പൊ എന്താണ്, ആ മോളിക്യൂൾസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്ക് എന്താണ്, ഹീറ്റ് മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും ഒക്കെ മാറ്റാം. ഒരു എഞ്ചിനിൽ സംഭവിക്കാത്ത എന്താണ്, ഫ്യൂവൽ കത്തിക്കുമ്പോൾ അത് ആ ഫ്യൂവൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. മാത്രമല്ല ഗാൽവാനിക് സെല്ലിൽ നമുക്ക് ആ എനർജി എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കിട്ടും. Thus, various forms of energy are interrelated and under certain conditions these may be transformed from one form to the. അപ്പൊ എന്താണ്, ഈ എനർജി എന്താണ്, ഈ മോളിക്യൂൾസ് സ്റ്റോർ ചെയ്യുന്ന എനർജി എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരേ എനർജി തന്നെയാണ് നമുക്ക് എന്താ, ഹീറ്റ് ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ എനർജീസ് എല്ലാം ഇന്റർചേഞ്ചബിൾ ആണെന്നാണ് പറയുന്നത്. The study of these energy transformations form the subject matter of thermodynamics. ഇപ്പൊ എന്താണ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഈ എനർജി എന്താണ്, എനർജി കൺവേർഷൻസ്, ട്രാൻസ്ഫോർമേഷൻസ്, ആ ഒരു എനർജി വേറെ എനർജി ആവുന്നത്, അതിനെ കുറിച്ച് പഠിക്കലാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ചെയ്യുന്നത്. The laws of thermodynamics deal with energy changes of macroscopic systems involving a large number of molecules rather than the microscopic systems contain a form. എന്താണ്, തെർമോഡൈനാമിക്സ് ലോസ് ഒക്കെ എന്താണ് ഡീൽ ചെയ്യുന്നത്, മാക്രോസ്കോപ്പിക് ആണ്. എന്ന് വെച്ചാൽ ഒരു കൂട്ടം മോളിക്യൂൾസിൽ സംഭവിക്കുന്ന എനർജി ചേഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോസ്കോപ്പിക്കിൽ ഒരു ആറ്റത്തിന്റെയോ ഒരു മോളിക്യൂളിന്റെയോ ചേഞ്ചസ് അല്ല അവിടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഇതിൽ ജസ്റ്റ് ചില കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അടുത്ത തെർമോഡൈനാമിക് ടേംസിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. Thermodynamic terms. We are interested in chemical reactions and the energy changes accompanying them. For this, we need to know certain thermodynamic terms. So, thermodynamic terms നമ്മൾ പഠിക്കണം, thermodynamic processes പഠിക്കണമെങ്കിൽ അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ, the system and the surroundings. A system in thermodynamics refers to that part of the universe in which observations are made and remaining universe constitutes the surroundings. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒരു കെമിക്കൽ റിയാക്ഷനോ ഒരു എനർജി ചേഞ്ചോ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പം ഒബ്സർവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു എഞ്ചിന്റെ പ്രോസസ് തന്നെ എടുക്കാം. എഞ്ചിനിൽ ഫ്യൂവൽ കമ്പഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്യൂവൽ കമ്പഷൻ നടക്കുന്നു. ഓക്കെ, ഇപ്പൊ എഞ്ചിൻ ഇരിക്കുന്നത് ഒരു കാറിലാണ്, അല്ലെങ്കിൽ കാറ് എന്താണ് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലോ, നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ എഞ്ചിനും ചുറ്റുമുള്ള എല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത്, സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നത്. എഞ്ചിൻ കൂടാണ്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തമാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എഞ്ചിനെയാണല്ലോ, അപ്പൊ എഞ്ചിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മളൊരു കെമിക്കൽ പ്രോസസ്സ് എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതിന് ചുറ്റുമുള്ള സാധനത്തിനെല്ലാം നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. The surroundings include everything other than the system. അപ്പൊ സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്, സറൗണ്ടിങ്സിൽ വരുന്നതാണ്. സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി യൂണിവേഴ്സ്. ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റവും അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ നോക്കുക, the universe is equal to system plus the surroundings. However, the entire universe other than system is not affected by the changes taking place in the system. Therefore, for all practical purposes, the surroundings are that portion of the remaining universe which can interact with the system. ഇപ്പൊ നമ്മൾ ഒരു പ്രോസസ് നടത്തുമ്പോൾ സിസ്റ്റത്തിന് ചുറ്റുമുള്ള എന്താണ്, യൂണിവേഴ്സ് മൊത്തം ആ ഒരു പ്രോസസ്സ് കാരണം അഫക്റ്റഡ് ആവുന്നില്ല, അല്ലേ? ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന എന്താണ്, ചുറ്റുമുള്ള സാധനങ്ങൾ മാത്രമാണ്, അല്ലാതെ എൻ്റയർ യൂണിവേഴ്സ് ആ ഒരു സിസ്റ്റത്തിന് അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന് ചുറ്റുമുള്ള തൊട്ടടുത്ത് തന്നെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, റിയാക്ഷൻ നടക്കും നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. Usually the region of space in the neighborhood of the system constitutes the surroundings. ഇപ്പൊ എന്താണ്, സാധാരണ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി സിസ്റ്റത്തിന് ചുറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ചുറ്റുമുള്ള സറൗണ്ടിങ് എന്താണ്,
നെയ്ബർഹുഡിനെയാണ് നമ്മൾ എന്തായാലും സറൗണ്ടിങ് ആയിട്ട് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്റ്റഡിങ് ദി റിയാക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്റ്റൻസസ് എ ആൻഡ് ബി കെപ്റ്റ് ഇൻ എ ബീക്കർ, the beaker contains the reaction mixture in the system and the room where the beaker is kept is the surroundings. ഇപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ പറയാണ്, എങ്ങനെയാണ് സറൗണ്ടിങ്സ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റത്തിന് ചുറ്റുള്ള മൊത്തം എന്താണ് സറൗണ്ടിങ്സ് വെച്ചാൽ യൂണിവേഴ്സ് മൊത്തം സറൗണ്ടിങ്സ് ചോദിച്ചാൽ നമ്മൾ പ്രാക്ടിക്കലി അത്രയല്ല എടുക്കുന്നത്, ഇമ്മീഡിയറ്റ്ലി വരുന്നതാണ് എടുക്കുന്നത് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി സിസ്റ്റത്തിന് ചുറ്റും വരുന്ന എൻവയൺമെന്റ്, അതാണ് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ബീക്കറിൽ രണ്ട് സാധനങ്ങൾ എടുത്ത് അതിന്റെ റിയാക്ഷൻ നോക്കുന്നുണ്ട്. എയും ബി എന്നും പറയുന്ന രണ്ട് സാധനങ്ങൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു ഒരു ബീക്കറിൽ വെച്ചിരിക്കുന്നു. അപ്പൊ ആ ബീക്കർ ആയിരിക്കും നമ്മുടെ സിസ്റ്റം, പിന്നെ ആ ബീക്കർ വെച്ചിരിക്കുന്ന റൂം അതായിരിക്കും നമ്മുടെ സറൗണ്ടിങ്സ്. അത്രയും നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. Note that the system may be defined by physical boundaries like beaker or test tube, or the system may simply be defined by a set of Cartesian coordinates specifying particle volume in space. It is necessary to think of the system as separated from the surroundings by some sort of wall, which may be real or imaginary. അപ്പൊ എന്താ നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്തിരുന്നില്ല, എയും ബിയും കൂടെ റിയാക്ട് ചെയ്യുന്ന ഒരു ബീക്കറിലാന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് കൺസിഡർ എന്താണെങ്കിലും എന്താണ് ഈ സിസ്റ്റത്തിനെ സറൗണ്ടിങ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വോൾ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കാണും അല്ലേ. അപ്പം സിസ്റ്റത്തിനെ സറൗണ്ടിങ് സെപ്പറേറ്റ് ചെയ്തുള്ള വോൾ, അതിനാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ബീക്കറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ ഗ്ലാസ് വോൾ അതായിരിക്കും അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സിസ്റ്റം, ഇപ്പൊ എത്രയൊക്കെ തരം സിസ്റ്റംസ് നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട് അതാണ് നമ്മൾ പറയുന്നത്. We further classify the systems according to the movements of matter and energy in or out of the system. അപ്പൊ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ അകത്ത് വരുന്നതോ എന്താണ് മാറ്ററോ എനർജിയോ പുറത്തോ അകത്തോട്ടോ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്, ഒന്ന് ഓപ്പൺ സിസ്റ്റം, രണ്ട് ക്ലോസ്ഡ് സിസ്റ്റം. ഇപ്പൊ എന്താണ് ഓപ്പൺ സിസ്റ്റം? In an open system there is exchange of energy and matter between system and surroundings. ഇപ്പൊ എന്താണ്, സിസ്റ്റവും അതിന്റെ സറൗണ്ടിങ് അതിന് ചുറ്റും എന്താണ് അതിന്റെ ബൗണ്ടറി, വോളായിട്ടുള്ള ബൗണ്ടറി, അതിന്റെ ആ ബൗണ്ടറി എന്താണ് സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്ങിന് ഇടയിൽ എന്താണ് മാറ്ററിന്റെയും എനർജിയുടെയും ട്രാൻസ്ഫർ അനുവദിക്കുന്ന ബൗണ്ടറിയാണ്. അതുകൊണ്ട് ഇതൊരു ഓപ്പൺ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. The presence of reactants in open beaker is example of open system. അപ്പൊ എന്താണ്, നമ്മളൊരു ബീക്കറിൽ റിയാക്ഷൻ നടത്തുന്നു, ആ ബീക്കർ ഓപ്പൺ ആണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസ് എന്താ, ആ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് ബീക്കറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് എന്ത് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് ക്ലോസ്ഡ് സിസ്റ്റം. ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം there is no exchange of matter but exchange of energy is possible between system and surroundings. The presence of reactants in a closed vessel made of conducting material is an example of a closed system. ഇപ്പൊ എന്താണ് ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്, സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്ങിന് ഇടയിൽ മാറ്ററിന് ട്രാൻസ്ഫർ നടക്കത്തില്ല. എന്നുവെച്ചാലും റിയാക്ഷൻ നടക്കുമ്പോൾ പ്രൊഡക്ട്സ് സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്യത്തില്ല, പക്ഷെ അവിടെ എനർജി എസ്കേപ്പ് ചെയ്യാം, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ അവിടെ ഉണ്ടാവാം. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പടം നോക്കുകയാണെങ്കിൽ കണ്ടോ, മാറ്റർ സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കും, പക്ഷെ എനർജി ട്രാൻസ്ഫർ നടക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ സിസ്റ്റം എന്താണ്, ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആദ്യം പറഞ്ഞു ഓപ്പൺ സിസ്റ്റത്തിൽ മാറ്റർ എനർജിയും ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാറ്ററിന്റെ ട്രാൻസ്ഫർ ഇല്ല, പക്ഷെ എനർജി ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒന്നിന്റെയും ട്രാൻസ്ഫർ എന്താണ്, രണ്ടിന്റെയും ട്രാൻസ്ഫർ നടക്കത്തില്ല. എന്ന് വെച്ചാൽ മാറ്ററിന്റെ എക്സ്ചേഞ്ച് നടക്കത്തില്ല, എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കത്തില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. The presence of reactants in a thermos flask or any other closed insulated vessel is an example of isolated system. എന്താ ഒരു തെർമോസ് ഫ്ലാസ്ക് അല്ലെ, തെർമോസ് ഫ്ലാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്ന ഫ്ലാസ്ക്, എന്താ അതിനകത്ത് ചൂട് എസ്കേപ്പ് ചെയ്യുന്നില്ല അല്ലെ, എനർജി ട്രാൻസ്ഫറും വെളിയിലോട്ട് നടക്കുന്നില്ല. അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നിരുന്നെങ്കിൽ ആ ചൂടുവെള്ളം പെട്ടെന്ന് തണുത്ത് പോയേനെ, ഫ്ലാസ്ക് നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതുപോലൊരു ചേംബറിൽ നമ്മൾ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ആ സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലേറ്റഡ് ബൗണ്ടറീസ് ആണ്, എനർജി ട്രാൻസ്ഫർ നടക്കാത്ത ബൗണ്ടറീസ് ആണ്. അത് നമ്മൾ പറയാൻ പോകുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. The system must be described in order to make any useful calculation by specifying quantitatively each of the properties such as its pressure, volume and temperature as well as the composition of the system. അപ്പോൾ ഒരു എന്താണ്, ഒരു സിസ്റ്റത്തിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഇരിക്കുന്ന കണ്ടീഷൻസ് മൊത്തം നമ്മൾ
പറയണം എന്തൊക്കെ കണ്ടീഷൻസ്, അത് ഇരിക്കുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അതിനകത്ത് മാത്രമല്ല ആ സിസ്റ്റത്തിലുള്ള കോമ്പോസിഷൻ, അത് മൊത്തം നമ്മൾ അറിഞ്ഞാലേ സിസ്റ്റം ഇരിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ സിസ്റ്റം പറയുമ്പോൾ നമുക്കൊരു സിസ്റ്റത്തിനെ പറയാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻസും സ്റ്റേറ്റ് വേരിയബിൾസും ഉണ്ട്. എന്താണ് ഈ സ്റ്റേറ്റ് ഫങ്ഷൻസ്, സ്റ്റേറ്റ് വേരിയബിൾസ്? അതെന്താ നമുക്ക് നോക്കാം. The state of a thermodynamic system is described by its measurable or macroscopic properties. ഇപ്പൊ എന്താണ് ഒരു സിസ്റ്റത്തിന്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, അതിനെ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. We can describe the state of a gas by quoting its pressure, volume, temperature and amount, etc. ഇപ്പൊ എന്താണ് ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റിന് നമുക്ക് എന്താണ് പ്രഷർ, അതിന്റെ പ്രഷറും വോളിയം, ടെമ്പറേച്ചറും എമൗണ്ട് ഒക്കെ അറിയാണെങ്കിൽ നമുക്ക് ആ എന്താണ് ഗ്യാസിന്റെ സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പൊ ആ ഒരു സാധനത്തിന്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. കാരണം എന്താ, ഈ പ്രോപ്പർട്ടീസ് എന്താ, ആ ഇരിക്കുന്ന സാധനത്തിന്റെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, നിങ്ങളൊരു സോളിഡിനെ ആദ്യം ലിക്വിഡ് ആക്കി, ലിക്വിഡിനെ ഗ്യാസ് ആക്കി, ഗ്യാസിനെ നമ്മൾ വീണ്ടും സോളിഡ് ആക്കി, പിന്നെ വേറൊരു റിയാക്ഷനിൽ നമ്മൾ സാധനത്തിന് സോളിഡിനെ ഡയറക്ട്ലി ഗ്യാസ് ആക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സോളിഡ് ലിക്വിഡ് ആക്കി, പിന്നെ ലിക്വിഡ് ഗ്യാസ് ആക്കി. ആ റിയാക്ഷനിൽ ഗ്യാസ് സോളിഡ് വേണ്ട, ഈ റിയാക്ഷനിൽ നമുക്ക് എന്താ, നമുക്ക് രണ്ട് ചേഞ്ചസ് നടന്നല്ലേ, രണ്ട് പ്രോസസ്സ് നടന്നു. രണ്ട് പ്രോസസ്സിലൂടെ സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആയി. രണ്ടാമത്തെ പ്രോസസ്സിൽ ഈ നടന്ന ആദ്യം നടന്ന ചേഞ്ചിനെ നമ്മൾ മൊത്തത്തിൽ എന്ത് വിളിക്കുന്നു, റിയാക്ഷൻ എ എന്ന് വിളിക്കുന്നു, ചേഞ്ച് എ. രണ്ടാമതിൽ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയി, അതിന് നമ്മൾ ബി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സോളിഡിനെ അതിന് ലിക്വിഡ് ആക്കി, എന്താണ് അത് ഹീറ്റ് ചെയ്ത് സോളിഡിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കി, ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് പിന്നെ അത് ഗ്യാസ് ആക്കി, അങ്ങനെ ആക്കി. പിന്നെ രണ്ടാമത് സബ്ലിമേഷൻ വഴി നമ്മൾ ഡയറക്റ്റ് സോളിഡിനെ ഗ്യാസ് ആക്കി. ഈ രണ്ട് സ്റ്റേറ്റിലും എന്താണ് സംഭവിച്ചത്, സോളിഡിൽ നിന്ന് അവസാനം ഫൈനലി എന്തായി, ഗ്യാസ് ആക്കി മാറ്റി. ഓക്കെ, ഇതിനിടയിൽ കുറെ ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ഓക്കെ, എങ്ങനെ ചേഞ്ചസ് ഉണ്ടായാലും ഇത് ഗ്യാസ് ആയി ഇരിക്കുമ്പോഴുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും അല്ലെ. അതിനൊരു കോൺസ്റ്റന്റ് പ്രഷർ കാണും, ഒരു വോളിയം കാണും, ഒരു ടെമ്പറേച്ചറിലായിരിക്കും അല്ലെ. അപ്പം ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, ഏത് പ്രോസസ്സ് വഴി ഉണ്ടായെന്നല്ല, ഫൈനലി ആ സ്റ്റേറ്റിൽ എത്തുമ്പോൾ അതിനുള്ള പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഏത് വഴി വന്നാലും അവസാനം വരുന്ന ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ രണ്ട് റിയാക്ഷൻ വഴി സോളിഡ് ഗ്യാസ് ആവുന്ന കാര്യം പറഞ്ഞു. അത് ഏത് വഴിയാണോ വരുന്നത്, അങ്ങനെ ആ വരുന്ന റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അതിനെയാണ് നമ്മൾ പാത്ത് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ പറയും. രണ്ടു തരം ഫങ്ഷൻസ് ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. വേരിയബിൾസ് ലൈക്ക് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ് ബിക്കോസ് their values depend only on the state of the system and not how it reach. അപ്പം ഉണ്ടായ സാധനത്തിന്റെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. In order to completely define the state of a system, it is not necessary to define all the properties of a system. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പറയണമെന്നില്ല. എത്ര പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി സിസ്റ്റം. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, the Indian energy as a state function. When we talk about our chemical system losing or gaining energy, we need to introduce a quantity which represents the total energy of the system. It may be chemical, electrical, mechanical or any other energy you may think of. Sum of all these energy is the energy of the system. അപ്പൊ എന്താ, നമുക്ക് ആദ്യം പറഞ്ഞിരുന്നു, ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റോർഡ് എനർജിയാണ് നമ്മൾ എന്ത് കെമിക്കൽ എനർജിയിൽ, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പം
ഈ എനർജിക്ക് മാറ്റുന്ന ആ മോളിക്യൂളിന് ആദ്യം ഒരു എനർജി ഉണ്ടാവണമല്ലോ, ആ എനർജിയാണ് നമ്മൾ ഇന്റേണൽ എനർജി ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ മോളിക്യൂളിന്റെ ഒരു ഇന്റേണൽ എനർജീനെ നമ്മൾ എന്തൊക്കെ വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു മോളിക്യൂൾ ഇന്റേണൽ എനർജിയെ ചേഞ്ച് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഹീറ്റ് പാസസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഒന്നെങ്കിൽ ഹീറ്റ് വരിക, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോവാം അല്ലേ? സിസ്റ്റത്തിന് ഹീറ്റ് ലൂസ് ചെയ്താൽ ഇന്റേണൽ എനർജി കുറയും, സിസ്റ്റത്തിന് ഹീറ്റ് ഗെയിൻ ചെയ്താൽ ഇന്റേണൽ എനർജി കൂടും. രണ്ട്, വർക്ക് ഈസ് ഡൺ ഓൺ ഓർ ബൈ ദി സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു, അത് സിസ്റ്റത്തിന് വർക്ക് കിട്ടുന്നേ, അപ്പൊ അതിന് ഇന്റേണൽ എനർജി കൂടുന്നു. സിസ്റ്റം തന്നെ വർക്ക് ചെയ്താൽ ഇന്റേണൽ എനർജി കുറയുന്നു. മൂന്ന്, മാറ്റർ എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം അല്ലേ? മാറ്ററിന് എനർജി ഉണ്ട്, അപ്പൊ മാറ്റർ വന്നു കയറുമ്പോൾ എനർജി കൂടുന്നു പറയാം, പോകുമ്പോൾ എനർജി പോകുന്നു നമുക്ക് പറയാം. ദി സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ്ലി ആസ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. അപ്പം നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇനി ആദ്യം പറയാനുള്ളത് വർക്കിനെ കുറിച്ചാണ്. ലെറ്റ് us first examine a change in energy by doing work. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ, വർക്കിലൂടെ ഒരു സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഇന്റേണൽ എനർജി ചേഞ്ച് എന്താ നമുക്ക് നോക്കാം. We take a system containing some quantity of water in thermos flask or in an insulated beaker. ഇൻസുലേറ്റഡ് ബീക്കർ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നത്. ഇൻസുലേറ്റഡ് ബീക്കർ നമ്മൾ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് അല്ലേ? ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്താണ്, മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കത്തില്ല, എനർജിയുടെ ട്രാൻസ്ഫർ നടക്കത്തില്ല, നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻസുലേറ്റഡ് സിസ്റ്റത്തിൽ വോൾ ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു വോളിന്റെ വേറൊരു പേരാണ് അഡയാബാറ്റിക് വോൾ. എന്ന് വെച്ചാല് എനർജിയുടെ അല്ലെങ്കിൽ മാറ്ററിന്റെയും രണ്ടിന്റെയും ട്രാൻസ്ഫർ നടത്തത്തില്ല. അങ്ങനെയുള്ള വാൾ നമ്മൾ അഡയാബാറ്റിക് എന്ന് വിളിക്കും. ഈ അഡയാബാറ്റിക് വോൾ സിസ്റ്റത്തിന് നമ്മൾ അഡയാബാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കും. അതാണ് ഇവിടെ അടുത്ത പറയുന്നത്. This will not allow exchange of heat between the system and surroundings through its boundary, and we call this type of system as adiabatic. The manner in which the state of such a system can be changed will be called adiabatic process. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അഡയാബാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ, അല്ലെങ്കിൽ അഡയാബാറ്റിക് സിസ്റ്റത്തിൽ ഇരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ അഡയാബാറ്റിക് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. Adiabatic process is a process in which there is no transfer of heat between the system and surroundings. Hence, the wall separating the system and surroundings called adiabatic wall. അപ്പൊ എന്താണ് അഡയാബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്റിന്റെയും മാറ്ററിന്റെയും ട്രാൻസ്ഫർ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അഡയാബാറ്റിക് സിസ്റ്റത്തിന്റെ വോളിനെ നമ്മൾ അഡയാബാറ്റിക് വോൾ എന്ന് വിളിക്കുന്നു. ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ച് വരുത്തുന്നു. എങ്ങനെ? നമ്മൾ അതിലേക്ക് കുറച്ച് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ കെമിസ്ട്രിയിൽ, തെർമോഡൈനാമിക്സിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സിസ്റ്റം വർക്ക് ചെയ്താൽ എന്താണ്, സിസ്റ്റം വർക്ക് ചെയ്താൽ അത് സിസ്റ്റത്തിന്റെ ലോസ് ആണ്. ഓക്കെ അല്ലെ? സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്താൽ സിസ്റ്റത്തിന് വർക്ക് കിട്ടുകയാണ്, അപ്പൊ അത് പോസിറ്റീവ് വർക്കാണ്. അപ്പൊ സൈൻ കൺവെൻഷൻസ് നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ പറഞ്ഞിരിക്കുക നമ്മൾ തെർമോഡൈനാമിക്സ്, കെമിസ്ട്രി തെർമോഡൈനാമിക്സിൽ നമ്മൾ എപ്പോഴും സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സൈൻ കൺവെൻഷൻസ് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. Let us call the initial state of the system as state A and its temperature as TA. Let the internal energy of the system in state A be called UA. അപ്പം എന്താണ്, അഡയാബാറ്റിക് സിസ്റ്റം ആദ്യം ഇരിക്കുന്ന സ്റ്റേറ്റ് നമ്മൾ സ്റ്റേറ്റ് എ എന്ന് വിളിച്ചു. ആ സ്റ്റേറ്റ് എയിൽ ഉണ്ടായിരുന്ന ഇന്റേണൽ എനർജി അത് നമ്മൾ യു എ എന്ന് വിളിച്ചു. സ്റ്റേറ്റ് എയിൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ നമ്മൾ ടി എ എന്ന് വിളിച്ചു. ഓക്കെ, we can change the state of the system in two different ways. നമുക്ക് ഈ സിസ്റ്റത്തിൽ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വി ക്യാൻ ഡു സം മെക്കാനിക്കൽ വർക്ക്. അപ്പൊ അതിലേക്ക് നമ്മൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യാം. എന്താണ്, 1 കിലോ ജൂൾ മെക്കാനിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നു. മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്യുന്നു ബൈ റൊട്ടേറ്റിംഗ് എ സെറ്റ് ഓഫ് സ്മോൾ പാഡിൽസ് ആൻഡ് ദെയർബൈ ചേർണിംഗ് വാട്ടർ. അപ്പൊ എന്താണ്, നമ്മൾ ജസ്റ്റ് ആ മിക്സറിനെ ഇളക്കുന്നു. ലെറ്റ് ദ ന്യൂ സ്റ്റേറ്റ് ബി കോൾഡ് ബി സ്റ്റേറ്റ് ആൻഡ് ഇസ് ടെമ്പറേച്ചർ as TB. അപ്പൊ ഈ നമ്മൾ പാഡിൽ ചെയ്തതിനു ശേഷം ഉണ്ടായ സ്റ്റേറ്റ് അതിനെ നമ്മൾ സ്റ്റേറ്റ് ബി എന്ന് വിളിച്ചു. അവിടുത്തെ ഇന്റേണൽ എനർജി നമ്മൾ യു ബി എന്ന് വിളിച്ചു. അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ TB എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് TBയിലുള്ള സ്റ്റേറ്റ് TB എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ TA ആണ്. എന്നുവെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ.
അപ്പൊ ഇവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് അതെന്താണ്? ഡെൽറ്റ ടി ഈക്വൽ ടു ടി ബി മൈനസ് ടി എ. ലെറ്റ് ദി ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഇൻ സ്റ്റേറ്റ് ബി ബി യു ബി ആൻഡ് ദിസ് ചേഞ്ച് ഇന്റേണൽ എനർജി. അപ്പൊ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റിലെ ഇന്റേണൽ എനർജി നമ്മൾ യു ബി എന്ന് എടുത്തു, ആദ്യത്തെ സ്റ്റേറ്റിലെ ഇന്റേണൽ എനർജി നമ്മൾ യു എ എന്ന് എടുത്തു. ഇവിടെ ഉണ്ടായ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താ? ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താ? യു ബി മൈനസ് യു എ ആയിരിക്കുമല്ലോ അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ് മൈനസ് ആദ്യത്തെ സ്റ്റേറ്റ്, അതവിടെ കൊടുത്തേക്കുന്നു. ഡെൽറ്റ യു ഈക്വൽ ടു യു ബി മൈനസ് യു എ. ഇതാണ് ഒന്നാമത്തെ വേ. ഇനി രണ്ടാമത്തെ വേ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? വി ക്യാൻ ഡു ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക്. അപ്പൊ ആദ്യം നമ്മൾ മെക്കാനിക്കൽ വർക്കാണ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തു. രണ്ടാമത്തെ വഴിയിൽ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് കൊടുക്കുന്നു. ആ വർക്കിലൂടെ നമ്മൾ വീണ്ടും അവിടെ എനർജി ചേഞ്ച് നടക്കും. ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ എനർജി ഒക്കെ എന്താണ്? ടി ബി മൈനസ് ടി എ, യു ബി മൈനസ് യു എന്ന് എടുക്കാം. അപ്പൊ ഈ റിയാക്ഷൻ എന്താണ്? ഈ ഒരു എക്സ്പെരിമെന്റ് ശരിക്കും ഒരാൾ നടത്തിയതാണ്. ആര്? ജെ പി ജൂൾ നടത്തിയതാണ്. ഇയാൾ നടത്തിയപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇതാണ്. ഈ ഏത് വഴി ആയിക്കോട്ടെ വർക്ക് ചെയ്യുന്നത്, ഒന്നുകിൽ മെക്കാനിക്കൽ വർക്കോ ഇലക്ട്രിക്കൽ വർക്കോ ഏത് വഴിയോ ആയിക്കോട്ടെ, ഒരേ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സിലൂടെയും എന്താണ്? സെയിം ആയിരുന്നു. അതാണ് പറയുന്നത്. He was able to show that a given amount of work done on the system, no matter how it was done, produce the same change of state as measured by the change in temperature of the system. അപ്പൊ ഏത് വഴി നമ്മൾ വർക്ക് ചെയ്തിട്ടും ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് വഴിയിലൂടെയും സെയിം ആയിരുന്നു. So it seems appropriate to define a quantity, the internal energy, whose value is characteristic of the state of a system. അപ്പം അതിലൂടെ അയാൾക്ക് നമുക്ക് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് യു. അത് ഇരിക്കുന്ന ആ മാറ്ററിന്റെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. വെയർബൈ ദി അഡയബാറ്റിക് വർക്കിന് നമ്മൾ ഡബ്ല്യു എ ഡി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. Required to bring about a change of state is equal to the difference between the value of u in one state and in another state. ഇപ്പൊ എന്താണ്? ഒരു അഡയബാറ്റിക് വർക്ക് നടത്താണ്. എന്താണ്? എനർജി ചേഞ്ച്, എനർജി ട്രാൻസ്ഫറും മാറ്റർ ട്രാൻസ്ഫറും ഇല്ലാത്ത ഒരു കേസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്? അവിടെ ആ മാറ്ററിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ മാത്രം വേണ്ടിയായിരിക്കും അത് ഉപയോഗിക്കുന്നത്. അതാണ് ഡെൽറ്റ യു ഈക്വൽ ടു യു ടു മൈനസ് യു വൺ ഇസ് ഈക്വൽ ടു ഡബ്ല്യു അഡയബാറ്റിക്. ഇത് അഡയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് മൊത്തം എന്താണ്? ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പല പ്രോബ്ലത്തിനും ഉപയോഗിക്കാൻ പറ്റും. Therefore, ഇന്റേണൽ എനർജി യു ഓഫ് ദി സിസ്റ്റം ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇന്റേണൽ എനർജി. ഇനിയാണ് സൈൻ കൺവെൻഷൻസ് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ രണ്ടിന്റെ ബേസ് പറയാം. ഒന്ന് ഹീറ്റിന്റെ കേസ്, ഇപ്പൊ ഇന്റേണൽ എനർജി പറഞ്ഞു യു എന്ന് പറഞ്ഞു. ഹീറ്റിന്റെ കേസ് നമ്മൾ എച്ച് വെച്ച് പറയുന്നു. സൈൻ കൺവെൻഷൻ ഇതാണ്. എപ്പോ പോസിറ്റീവ് കൊടുക്കണം, എപ്പോ നെഗറ്റീവ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറയാ നമ്മള് സിസ്റ്റം വർക്ക് ചെയ്യുന്നു അല്ലെ? നമ്മളെപ്പോഴും പറഞ്ഞ എന്താണ്? നമ്മളിപ്പോഴും സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് വേണം കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സ് സൈൻ കൺവെൻഷൻ കൊടുക്കാൻ. നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നു, നമ്മളെ സിസ്റ്റം ആണ് ആലോചിക്കുക. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ? നമുക്ക് എനർജി കുറയല്ലേ? നമ്മൾ ജോലി എടുക്കുകയാണെങ്കിൽ നമുക്ക് എനർജി കുറയും അല്ലേ? അപ്പം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അതെന്താണ്? അതെപ്പോഴും നെഗറ്റീവാണ്. നമ്മളെപ്പോഴും സിസ്റ്റം ആണ് ആലോചിക്കുക. നമ്മൾ വർക്ക് ചെയ്താലും നമ്മൾ ക്ഷീണിക്കും, നമ്മുടെ എനർജി കുറയും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ സിസ്റ്റം ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഇന്റേണൽ എനർജി കുറയും. അല്ലെങ്കിൽ അവിടെ നമ്മൾ വർക്ക് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പോസിറ്റീവ് വന്നപ്പോഴാ വർക്കിന് നമ്മൾ ഡബ്ല്യു വെച്ച് കാണിക്കാം. ഡബ്ല്യു എപ്പോഴും നെഗറ്റീവ് വന്നപ്പോഴാ വർക്ക് ഡൺ ബൈ സിസ്റ്റം. ഇപ്പൊ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ എനർജി കുറയുന്നു അല്ലെ? അപ്പൊ നമ്മൾ സിസ്റ്റം എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ സിസ്റ്റമായിട്ട് ആലോചിക്കുക. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി കുറയുന്നു. അപ്പൊ നമ്മൾ ആ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഇനി വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, നമുക്ക് വേണ്ടി വേറെ ആരോ പണി എടുത്ത് തരുന്നു, അത് നമുക്ക് നമ്മുടെ എനർജി കൂട്ടുന്നതാണ്. അപ്പം വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഹീറ്റ്. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്, സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുന്നത് അല്ലെ? സിസ്റ്റം നമുക്ക് ഹീറ്റ് തരുന്നത്, അപ്പൊ നമ്മുടെ എനർജി കൂടുവാണ്. അപ്പം
ഹീറ്റ് സപ്ലൈ ടു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഹീറ്റ് റിലീസ്ഡ് ബൈ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? അത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു നെഗറ്റീവ് ഹീറ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ സൈൻ കൺവെൻഷൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കുറച്ച് പറയുന്നുണ്ട്. എന്താണ്? വേറെ കുറച്ച് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബ്രിങ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഫ്രം 25 ഡിഗ്രി ടു 35 ഡിഗ്രി. ഇപ്പൊ എന്താണ്? ഒരു സിസ്റ്റത്തിൽ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകണം അല്ലെ? അപ്പൊ ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 35 മൈനസ് 25 ആയിരിക്കും. അതാണ് 10 ഡിഗ്രി സെൽഷ്യസ്. Whether we go straight to 35 degrees Celsius or we cool the system for a few degrees, then take the system to final temperature. ഇപ്പൊ എന്താണ്? നമ്മൾ ആ ഡയറക്ട്ലി 25 35 കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ 25 നിന്ന് 0 പോയിട്ട് വീണ്ടും 35 കൊണ്ടുവരികയാണ്. എങ്ങനെയാണെങ്കിലും അവസാനം ആ സിസ്റ്റം എത്തിയിരിക്കുന്ന ടെമ്പറേച്ചർ ഏതാ? 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹീറ്റ് ആണ്. അപ്പൊ നമ്മൾ വർക്കിനെ കുറിച്ച് എന്താണ്? വർക്ക് ചെയ്യുന്നതിലൂടെ ഇന്റർനെറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹീറ്റിലാണ് ഈ സൈൻ കണ്ടീഷൻ. നമ്മൾ ഹീറ്റ് സിസ്റ്റത്തിന് കൊടുത്താൽ ഇന്റേണൽ എനർജി കൂടും. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പോയാൽ ഇന്റേണൽ എനർജി കുറയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഹീറ്റിൽ പറയുന്നത് വെച്ചാൽ ഇന്റേണൽ എനർജി മാറ്റുന്ന എങ്ങനെയാണ്? നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തു, ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് ഇന്റേണൽ എനർജി മാറ്റം ഉണ്ടാകും. ഇപ്രാവശ്യത്തെ വോൾസ് എന്ന് പറയുന്നത്, ഇപ്രാവശ്യം നമ്മുടെ സിസ്റ്റത്തിന്റെ വോൾസ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫർ നടത്താൻ സഹായിക്കും അല്ലെങ്കിൽ സമ്മതിക്കും. ഒരു പ്രോസസ് നടക്കുമ്പോൾ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, വി ടേക്ക് വാട്ടർ അറ്റ് ടെമ്പറേച്ചർ TA. അപ്പം ഒരു A സ്റ്റേറ്റിൽ വാട്ടർ നമ്മൾ എടുത്തു, അവിടുത്തെ ടെമ്പറേച്ചർ TA എടുത്തു. നമ്മൾ എന്താണ് എടുത്ത വെസൽ? എന്താണ്? കോപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റലിന്റെ വെസല, വോൾസ് ഉള്ള വെസലാണ് നമ്മൾ എടുത്തത്. എന്താണ്? മെറ്റൽസ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് എനർജി ട്രാൻസ്ഫർ സഹായിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ മെറ്റൽസ് എടുക്കുന്നത്. എന്നിട്ട് ഈ വെസൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന് നമ്മളൊരു ഹീറ്റ് റിസർവോയിൽ വെച്ചു അല്ലേ? TB ടെമ്പറേച്ചർ ഉള്ള ഒരു ഹീറ്റ് റിസർവോയറിൽ വെച്ചു. അപ്പൊ എന്താ? നമുക്കറിയാം, വെള്ളം ഏതെങ്കിലും ചൂടുള്ള വെസലിൽ നമുക്ക് വെച്ചാൽ വെള്ളത്തിന് ചൂട് കൂടും അല്ലെ? അപ്പൊ ടിയയിലിരുന്ന വാട്ടർ പയ്യെ TB എന്ന ടെമ്പറേച്ചറിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അവിടെ എന്താ? ഹീറ്റ് അബ്സോർവ് ചെയ്ത, അവിടെ വാട്ടർ അബ്സോർവ് ചെയ്ത ഹീറ്റിനെ നമ്മൾ Q ആയിട്ട് എടുക്കും. അപ്പൊ വാട്ടർ എന്താണ് ഇവിടെ? അതിന് TA ഇരുന്നത്, അവിടുന്ന് TB ടെമ്പറേച്ചറിലേക്ക് എത്തി. ആ പ്രോസസ്സിൽ വാട്ടർ അബ്സോർവ് ചെയ്ത എനർജിയെ നമ്മൾ Q എന്ന് വിളിച്ചു. Q can be measured in terms of temperature difference, TB minus TA. ഇവിടെ ഈ അബ്സോർബ് ചെയ്ത ഹീറ്റ് ആണ് എന്ത്? ഇന്റേണൽ എനർജി മാറ്റുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ആ സിസ്റ്റത്തിനുണ്ടായ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആയിരിക്കും ഇല്ലേ? പിന്നെ ഇവിടെ പറയുന്നത് സൈൻ കൺവെൻഷനെ കുറിച്ചാണ്. ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം അപ്പം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഹീറ്റ് റിലീസ് ബൈ സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് തരത്തിലാണ് ഇന്റേണൽ എനർജി ചേഞ്ച് ആയിട്ടുള്ളത്. ആദ്യത്തിൽ എന്താണ്? വർക്ക് ചെയ്യുന്നതിലൂടെ ഇന്റേണൽ എനർജി മാറാം, അല്ലെങ്കിൽ രണ്ട് ഹീറ്റ് ഗെയിൻ ഓർ ലോസ് വഴിയിലൂടെ നമുക്ക് ഇന്റേണൽ എനർജി മാറാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊരു പ്രോസസ്സിലും സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്താണ് ചേഞ്ച് ഉണ്ടായാലും അതിന്റെ സമ്മായിരിക്കും. ഒന്നെങ്കിൽ അത് ചെയ്ത വർക്കിന്റെ അല്ലെങ്കിൽ അതിന് കിട്ടിയ അല്ലെങ്കിൽ പോയ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ അതിന് മേലൊരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവണം. ഈ ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. The general case. Let us consider the general case in which change of state is brought. അപ്പൊ എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ചേഞ്ച് വരുത്താണ്. അങ്ങനെ ഒന്ന്
രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താണ് നമ്മൾ ചേഞ്ച് വരുന്നത്. ഒരു വർക്കും ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിനുണ്ടായ ഇന്റേണൽ ചേഞ്ച് നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു നമുക്ക് എഴുതാം. ഇതാണ് ഇതിന്റെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. For a given change in state, Q and W can vary depending on how the change is carried out. അപ്പം നമ്മള് സിസ്റ്റത്തിൽ നടത്തുന്ന പ്രോസസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തോ അതിനനുസരിച്ച് ക്യൂവും ഡബ്ല്യു ഒക്കെ മാറിക്കൊണ്ടിരിക്കാം. എങ്ങനെയാണെങ്കിലും ടോട്ടൽ ഇന്റേണൽ ചേഞ്ച് ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യൂവിന്റെ ഡബ്ല്യുവിന്റെ സം ആയിരിക്കും. നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ ക്യൂവിനും ഡബ്ല്യുവിനും കറക്റ്റ് ആയിട്ട് സൈൻ കൊടുക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് സൈൻ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. If there is no transfer of energy as heat or as work, എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ സീറോ, ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആണെങ്കിൽ ഡബ്ല്യു സീറോ ആവും, ക്യൂ സീറോ. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്ന ക്യൂ പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു അതും സീറോ ആവും. The equation delta U equal to Q plus W is mathematical statement of the first law of thermodynamics, which states the energy of an isolated system is constant. അപ്പം ഈ ഡെൽറ്റ ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ഇതിന് വേറെ സ്റ്റേറ്റ്മെന്റ്, എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇതേ ഇപ്പം ഇവിടെ എനർജിയെ കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഒന്നെങ്കിൽ എനർജി കൊടുക്കുന്ന എങ്ങനെയായിരിക്കും? ഹീറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ആയിട്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും ആ എനർജി എന്താണ്? ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവും. വെച്ചാൽ ഒരു എനർജിയും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോമൺലി പറയുന്നത്. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനോട് പറഞ്ഞു. പിന്നെ ഇവിടെ there is considerable difference between the character of the thermodynamic property energy and that of mechanical property such as volume. ഇപ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയായ എനർജി പോലെയും അല്ലാണ്ട് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയായ വോളിയം തമ്മിൽ എന്താണ്? ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് എന്താണ്? നമുക്ക് എപ്പോഴും അളന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു സബ്സ്റ്റൻസ് വെള്ളം, 1 ലിറ്റർ വെള്ളം അല്ലേ, അതിന് വോളിയം 1 ലിറ്റർ നമുക്കറിയാം, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഒരു മോളിക്യൂളിന്റെ എനർജി അല്ലേ, എനർജി നമുക്ക് എന്താണ് മൊത്തത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അളന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്റേണൽ എനർജി നമുക്ക് എന്താ? യു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്, യു ഈസ് നോട്ട് മെഷറബിൾ. പക്ഷേ ഡെൽറ്റ യു അല്ലേ, ഒരു പ്രോസസ്സിൽ അതിനുണ്ടായ ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടി പോലെയല്ല തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. നമുക്ക് കറക്റ്റ് ഡയറക്ട്ലി ആ പ്രോപ്പർട്ടിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ചേഞ്ചിന്റെ ആ പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. മെയിൻ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ദി ജനറേഷൻ ഓഫ് ഗ്യാസസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് മെക്കാനിക്കൽ വർക്ക് ഓർ ദി ജനറേഷൻ ഓഫ് ഹീറ്റ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ us to quantify these changes and relate them. ഓക്കെ, ഇപ്പൊ എന്താണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പറയാൻ പോകുന്നത്? വർക്കാണ്. First of all, let us concentrate on the nature of a work a system can do. We will consider only mechanical work. അപ്പൊ നമ്മളിപ്പോ ആദ്യം മെക്കാനിക്കൽ വർക്കാണ് ആദ്യം പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രഷർ വോളിയം വർക്ക്. For understanding pressure volume work, let us consider a cylinder which contains 1 mole of an ideal gas fitted with a frictionless piston. അപ്പൊ അതിനു വേണ്ടി എന്താണ്? നമ്മളൊരു സിലിണ്ടറിൽ നമ്മൾ എന്താണ് 1 മോൾ ഗ്യാസ് എടുത്തു, അതിനകത്ത് ഒരു പിസ്റ്റൺ നമ്മൾ ഫിക്സ് ചെയ്തു. അത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്ന് പറയാൻ കാരണം ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിലൂടെ വർക്ക് നമുക്ക് ലൂസ് ആവുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സിലിണ്ടറിൽ 1 മോൾ ഗ്യാസ് എടുത്തു. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ സ്റ്റേറ്റിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് VI ആയിരുന്നു. ആദ്യം അത് ഇരുന്ന പ്രഷർ P1 ആണ്, അല്ലെങ്കിൽ P എന്ന് എടുക്കാം. ഓക്കെ, if the external pressure is Px which is greater than P, piston is moved inward till the pressure inside becomes equal to Px. അപ്പൊ നമുക്ക് എന്താണ്? നമുക്കറിയാം ഈ പിസ്റ്റണിൽ അകത്തുള്ള ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് P ആയിരുന്നു, വെളിയിലുള്ള പ്രഷർ Px ആണ്, Px ആണ്. അപ്പൊ എന്താണ്? ഈ P എക്സ്റ്റേണൽ വെളിയിലുള്ള പ്രഷർ അകത്തുള്ള Pനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഈ പിസ്റ്റൺ അകത്തേക്ക് നീങ്ങും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് എവിടെ വരെ നീങ്ങും? അകത്തുള്ള പ്രഷർ വെളിയിലുള്ള പ്രഷറിന് ഈക്വൽ ആകുന്ന വരെ ഈ പിസ്റ്റൺ നീങ്ങും.
അപ്പൊ അറിയാം ഒരു ഇത്രയും ലെങ്ത് അല്ലെ, ഒരു എൽ ലെങ്ത് ഈ പിസ്റ്റൺ മൂവ് ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മൂവ് ചെയ്തപ്പോൾ അകത്തുണ്ടായ ഗ്യാസിന്റെ ഫൈനൽ വോളിയം അത് VFI, ഇനിഷ്യൽ വോളിയം VI ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Let this change be achieved in a single step and the final volume be VS. During this compression, suppose piston moves a distance L and its cross-sectional area of piston is A. അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായ വോളിയം ചേഞ്ച് ഡെൽറ്റ V എന്ന് പറയുന്നത് എന്താ, V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ ആണ്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും വോളിയം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലെങ്ത് ഇൻറ്റു ഏരിയ എടുത്താൽ മതി അല്ലേ. ഇവിടെ ലെങ്ത് നമുക്കറിയാം L തന്നെയാണ്. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് പിസ്റ്റൺ, അതാണ് ഇവിടുത്തെ ഡെൽറ്റ V എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു VF മൈനസ് VI. We also know pressure is equal to force by area. Pressure is equal to F by A. P equal to F by A നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ. Therefore, force on the piston is equal to P external into area. ഇപ്പൊ എന്താണ് പിസ്റ്റൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F equal to PA2. അതാണ് P എന്ന് പറയുന്നത് P external into area. If work is the W is the work done on the system by movement of the piston, then W equal to force into distance എന്ന് വരും. അല്ലേ, ഇപ്പൊ നമുക്ക് രണ്ട് ഫോർമുല കിട്ടി. P equal to F by A എന്ന് നമുക്ക് F equal to PA കിട്ടി. എന്ന് വെച്ചാല് P external into area എന്ന് കിട്ടി. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. F dot S. ഫോഴ്സ് നമുക്കിപ്പോ കിട്ടി എത്ര, P external into ഏരിയ എന്ന് കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര കിട്ടിയത്, L ആണ് അല്ലേ. പക്ഷെ നമുക്കറിയാം AL എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ V ആണ് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയിരത്തി നമ്മൾ ഇവിടെ കൊടുത്താണെങ്കിൽ W ഈക്വൽ ടു ഇത് വരും P external into ഡെൽറ്റ V എന്ന് കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയത്. ഈ ഇക്വേഷനിൽ ഇവിടെ W ഈക്വൽ ടു P external into ഡെൽറ്റ V നമുക്ക് എന്താ മൈനസ് വരുന്നുണ്ട് ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ. ആ മൈനസ് ഇട്ടിരിക്കുന്നത് സൈൻ കൺവെൻഷന് വേണ്ടിയാണ്. ആ മൈനസ് ഇട്ടാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടത്തുള്ളൂ. എന്നുവെച്ചാല് ഇവിടെ ഇപ്പൊ എന്താ VF മൈനസ് VI. VF എന്ന് പറയുന്നത് എന്താണ്, അവിടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിനേക്കാളും ചെറിയൊരു വോളിയാണ്. അപ്പൊ VF മൈനസ് VI എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് വാല്യൂ വരത്തുള്ളൂ അല്ലേ. പക്ഷെ നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ കൂടുതലായിരുന്നു, ഇന്റേണൽ അകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പൊ ഇവിടെ വർക്ക് ഡൺ എന്താണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നമുക്കറിയാം എന്താണ്, നമുക്ക് വേണ്ടി ആരോ വർക്ക് ചെയ്തു തരാൻ, അത് പോസിറ്റീവ് വർക്കാണ് വരേണ്ടത്. അപ്പൊ പോസിറ്റീവ് വർക്ക് വരാൻ നമുക്കറിയാം P ഡെൽറ്റ V എടുത്താൽ നെഗറ്റീവേ വരത്തുള്ളൂ. കാരണം ഇവിടെ ഡെൽറ്റ V നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് ഇടുന്നത്, നെഗറ്റീവ് സൈൻ ഇടുന്നത്. ഇപ്പൊ നെഗറ്റീവ് സൈൻ നെഗറ്റീവും കൂടെ നമുക്ക് പോസിറ്റീവ് വർക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഈ ചേഞ്ച് നടന്ന ഒറ്റ സ്റ്റെപ്പിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ നമുക്കറിയാം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം ഈ പ്രഷർ ചേഞ്ച് കാരണം അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ അകത്തുള്ള പ്രഷർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും പ്രഷറും വോളിയം രണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലാണ് ഇത് നടക്കുന്നത്. If the pressure is not constant at every stage of compression but changes in number of finite steps, work done to the gas will be summed over all the steps and will be equal to minus sigma P delta V. അറിയാം അകത്തുള്ള പ്രഷർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ആ മൈനസ് P ഡെൽറ്റ വിയുടെ എല്ലാത്തിന്റെ ഓരോ സ്റ്റെപ്പിലും P ഡെൽറ്റ വിയുടെ സമ്മ നമ്മൾ എടുക്കും അല്ലേ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്മോൾ സ്റ്റെപ്സിന്റെ സമ്മായിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ പ്രോസസ്സിന് എടുക്കുന്നത്. അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. PV plot when pressure is not constant and changes in finite step. അങ്ങനെയുള്ള കേസിൽ എന്താണ്, നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഓരോ ചെറിയ ചേഞ്ചിന്റെയും
ഇന്റഗ്രൽ സം ആയിട്ട് എടുക്കാം അല്ലേ? അപ്പൊ ഓരോ ചേഞ്ചിന്റെയും ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ അവിടെ ഡബ്ല്യു എടുക്കുന്നത്, ഇതിൽ വർക്ക് എടുക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോർമുല. ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ടു ഡി വി. ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിവിടെ നമുക്ക് പറയുന്നുള്ളൂ. പ്രോസസ് ഓർ ചേഞ്ച് ഇസ് സെഡ് ടു ബി റിവേഴ്സിബിൾ ഇഫ് എ ചേഞ്ച് ഇസ് ബ്രോട്ട് ഔട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദി പ്രോസസ് കുഡ് അറ്റ് എനി മൊമെന്റ് ബി റിവേഴ്സ്ഡ് ബൈ ഇൻഫിനിസിബിൾ. ഇപ്പൊ എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രോസസ്സിന് മുമ്പോട്ട് പോകുന്ന പോലെ തന്നെ എപ്പോ ആണെങ്കിലും ബാക്ക്വേർഡ്സ് റിയാക്ഷൻ അതേപോലെ നടക്കാം. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കുന്നു. A reversible process proceeds infinitely slowly by series of equilibrium states such that the system and surroundings are always in near equilibrium with each other. അപ്പൊ എന്താണ് ഒരു റിവേഴ്സ് പ്രോസസ് നടക്കുന്നതാണ്? ഇൻഫിനിറ്റ്ലി സ്ലോ, അത്രയും സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഏതൊരു സ്റ്റേറ്റിലും ആ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സിസ്റ്റം സറൗണ്ടിങ്സിലായിട്ട് എന്താണ് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് അങ്ങനെയുള്ള റിയാക്ഷന്റെ പി വി പ്ലോട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം റിവേഴ്സിബിൾ അല്ലാത്ത പ്രോസസ്സിനെ നമ്മൾ ഇറവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത അസ്യൂം ചെയ്ത് എന്താണ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഇറവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, ഇൻ കെമിസ്ട്രി വി ഫേസ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ് വി റിലേറ്റ് ടു ദി വർക്ക് ടേം ടു ദി ഇന്റർണൽ പ്രഷർ ഓഫ് ദി സിസ്റ്റം. വി ക്യാൻ റിലേറ്റ് വർക്ക് ടു ഇന്റർണൽ പ്രഷർ ഓഫ് ദി സിസ്റ്റം ആൻഡ് റിവേഴ്സിബിൾ കണ്ടീഷൻസ് ബൈ റേറ്റ്. ഇപ്പൊ എന്താണ് ഡബ്ല്യു റിവേഴ്സിബിൾ നമ്മൾ ഫോർമുല നമ്മൾ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ഇന്റഗ്രേറ്റ് ചെയ്തു. പി എക്സ്റ്റേണൽ നമുക്ക് എന്തായി? പി ഇന്റേണലിനേക്കാൾ പി എക്സ്റ്റേണൽ എന്താണ്? ഏതൊരു ടൈമിലാണെങ്കിലും പി എക്സ്റ്റേണല് ഇതിന്റെ അകത്തുള്ള പ്രഷറിനേക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റിയാക്ഷൻ ഫോർവേഡായിട്ട് കുറച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർവേഡ് പ്രോസസ് നടക്കത്തില്ല. അപ്പൊ പി എക്സ്റ്റേണലിൽ ഏതൊരു സമയത്ത് നമ്മൾ ഒരു റിവേഴ്സ് പ്രോസസ് എടുത്തു നോക്കിയാലും ഇന്റേണൽ പ്രഷറിനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ പി എക്സ്റ്റേണൽ നമുക്ക് പി ഇന്റേണൽ പ്ലസ് ഡി പി ഇൻറ്റു ഡി വി എഴുതാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഇന്റേണൽ ഡി വി പ്ലസ് ഒരു മൈനസ് ഡി പി ഇൻറ്റു ഡി വി എന്ന് കിട്ടും അല്ലേ, നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഡി പി ഇൻറ്റു ഡി വി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടേമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എടുക്കത്തില്ല ഫോർമുലയിൽ. ഇപ്പൊ ഡബ്ല്യു റിവേഴ്സിബിൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നമുക്കറിയാം പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അവിടെ നമുക്ക് പ്രഷർ പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി ഇടും. അപ്പൊ ഈ ഫോർമുലയിൽ നമുക്ക് എന്താണ്? പി ഇന്റേണൽ ഡി വി നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇന്റേണൽ പ്രഷറിനെ നമുക്ക് മാറ്റി പ്രഷറിന് പകരം അവിടെ എൻ ആർ ടി ബൈ വി ഇട്ട് കൊടുക്കാം. അപ്പൊ അവിടെ നിന്ന് എൻ ആർ ടി ബൈ വി ഇട്ട് കൊടുത്താൽ നമുക്ക് ഡബ്ല്യു റിവേഴ്സിബിൾ ഫോർമുല ഇങ്ങനെയാണ് കിട്ടുക. മൈനസ് എൻ ആർ ടി എൽ എൻ വി എഫ് ബൈ വി ഐ, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് മാറ്റാൻ വേണ്ടി നമുക്ക് 2.303 ലോഗ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫോർമുല ഇങ്ങനെ വരും. ഈ ഫോർമുല നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ട്. റിവേഴ്സിബിൾ പ്രോസസിന്റെ വർക്ക് ഡണ്ടെ ഇക്വേഷൻ. അടുത്ത പറയാനുള്ളത് ഫ്രീ എക്സ്പാൻഷൻ ആണ്. അപ്പൊ എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷർ 0, അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാസ് സ്പേസിൽ കൊണ്ടുപോയി തുറന്നു വിടുകയാണ്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്താണ്, അവിടെ സ്പേസിൽ നമുക്കറിയാം എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോസസ് എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം, അതാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് ഡൺ 0 ആയതുകൊണ്ട് നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു എന്താണ്? ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് നമുക്കറിയാം. പക്ഷെ അവിടെ ഫ്രീ എക്സ്പാൻഷനിൽ ഡബ്ല്യു 0 ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ഇന്റേണൽ ചേഞ്ച് മൊത്തം എന്തായിരിക്കും? ഇവിടെ ക്യൂ വി ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇന്റേണൽ എനർജി മൊത്തം അവിടെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇന്റേണൽ എനർജി മാറും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ ക്യാരി ചെയ്തോട്ടാണെങ്കിൽ വോളിയം മാറുന്നില്ല. ഡെൽറ്റ വി 0 ആയാൽ തന്നെ ഡബ്ല്യു 0 ആയി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ഇൻ എനർജി ക്യൂ ആക്കാം. ആ ക്യൂവിന് നമ്മൾ ക്യൂ വി എന്ന് കാണിക്കാം. എന്താണ്?
ആ പ്രോസസ് ഡൺ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് കാണിക്കാൻ വേണ്ടി QV എന്ന് കൊടുക്കും. ഓക്കെ, അടുത്തത് ഐസോതെർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ പ്രോസസ്സും ഫ്രീ എക്സ്പാൻഷനും അതാണ് നമ്മൾ പറയുന്നത്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഡെൽറ്റ ടി സീറോ, അങ്ങനെ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് വിളിക്കുന്നത്. ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ വാക്വം, ഒരു ഐഡിയൽ ഗ്യാസ് വാക്വത്തിലേക്ക് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ നടത്തുകയാണ് ഐസോതെർമൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ W സീറോ, കാരണം പി എക്സ്റ്റേണൽ സീറോ ആയതുകൊണ്ട് വർക്ക് ഡൺ സീറോ ആയി പോകും. ഓൾസോ ജൂൾ ഡിറ്റർമിൻ എക്സ്പെരിമെന്റിൽ ദാറ്റ് Q is equal to 0. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് ഫ്രീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, വർക്ക് ഡൺ സീറോ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് സീറോ ആയി പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. കാരണം ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ഡെൽറ്റ യു സീറോ ആയിരിക്കും. ഇനി ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്, അവിടെയും ക്യൂവിന് മാറ്റമൊന്നുമില്ല, ഇക്വേഷൻ സെയിം ആണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ചിന് നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ആണ്. അപ്പൊ W എന്താവും? മൈനസ് Q പ്ലസ് ഡെൽറ്റ യു ആവും, അല്ലെങ്കിൽ Q ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് W. നമുക്കറിയാം ഇവിടെ ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇവിടെ സീറോ ആയി പോയി. ഇവിടെ Q എന്താവും? Q എന്ന് പറയുന്നത് മൈനസ് W ആവും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. Q ഈക്വൽ ടു മൈനസ് W NRT ln f VF by VA. ln മാറ്റി നമ്മൾ 2.303 log ഇടാം. അതേപോലെ തന്നെ ഇറിവേഴ്സിബിൾ ചേഞ്ചിൽ Q ഈക്വൽ ടു മൈനസ് W. ഓക്കെ, ഇനി അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു, അഡയബാറ്റിക് പ്രോസസ്സിൽ എനർജി ട്രാൻസ്ഫർ സീറോ ആണ്, Q സീറോ ആയി പോകും. അപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ഫോർമുല എന്തായി പോകും? ഡെൽറ്റ യു ഈക്വൽ ടു W. അപ്പൊ എല്ലാവരും ലോജിക്കലി പഠിക്കുന്നതാണ് ഓർമ്മിക്കാൻ നല്ലത്, അല്ലാണ്ട് ജസ്റ്റ് കാണാണ്ട് പഠിച്ചാൽ ഇതെല്ലാം നമുക്ക് ഈക്വേഷൻസ് മറന്നുപോയി പോകും. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് എൻതാൽപ്പിനെ കുറിച്ചാണ്. എന്താണ് എൻതാൽപ്പി? We know that the heat absorbed at constant volume is equal to the change in internal energy. ഇപ്പൊ എന്താണ്? കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇപ്പൊ എന്താണ്? വോളിയം മാറുന്നില്ലെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ സീറോ ആകും. അപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ഇക്വേഷനിൽ ഡെൽറ്റ യു ഈക്വൽ ടു Q ആയി പോകും. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു QV നമ്മൾ ഇവിടെ പറഞ്ഞതാണ്, ഈ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇന്റർണൽ എനർജി ചേഞ്ച് എന്താണ്? QV ആണ്. But most of the chemical reactions are carried out not at constant volume but in flask or test tubes under constant atmospheric pressure. അപ്പൊ എന്താണ്? നമ്മൾ സാധാരണ എക്സ്പെരിമെന്റ്സ് നടത്തും, നമ്മളിപ്പോൾ ലാബിൽ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിലും എന്താണ്, ഒരു ബീക്കറിലോ കണ്ടെയ്നറിലോ ഏതെങ്കിലും നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ അവിടെ വോളിയം അല്ല കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്, അല്ലേ? അവിടുത്തെ പ്രഷറാണ്. കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും നമ്മൾ എല്ലാ റിയാക്ഷൻസും നമ്മൾ നടത്തുക. We need to define another state function which may be suitable under these conditions. അപ്പൊ ഈ കണ്ടീഷൻ, കോൺസ്റ്റന്റ് പ്രഷർ എന്ന കണ്ടീഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഒരു ക്വാണ്ടിറ്റി നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ വേണം. We may write equation 5.1 as delta U equal to QP minus P delta V. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ നടത്തുന്ന ഈ പ്രോസസ്സിന്റെ നമുക്ക് വേണ്ടി എന്താണ്? ഡെൽറ്റ ഈക്വൽ ടു QP minus P delta V എന്ന് എഴുതാം. Where QP is heat absorbed by the system and minus P delta V represents the expansion work done by the system. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ആണ് നമുക്കറിയാം, അല്ലേ? ഡെൽറ്റ കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് ഉണ്ടായ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് QP എന്ന് എഴുതാം. പിന്നെ W നമുക്കറിയാം P ഡെൽറ്റ V എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡെൽറ്റ യുവിനെ നമുക്ക് നിങ്ങൾക്ക് എഴുതാം U2 മൈനസ് U1 ആയിട്ട് എഴുതാം. ഓക്കെ, അത് ഈക്വൽ ടു QP മൈനസ് P ഇൻറ്റു V2 മൈനസ് V1. U2 മൈനസ് V1 നമുക്ക് V2 മൈനസ് U1 QP മൈനസ് PV2 പ്ലസ് PV1 എന്ന് എഴുതാം. എന്നിട്ട് ഇത് അപ്പുറ സൈഡിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ QP ഈക്വൽ ടു U2 മൈനസ് U1
പ്ലസ് പി വി ടു മൈനസ് പി വൺ വി വൺ എന്ന് വരും. ക്യൂ പി ഈക്വൽ ടു നമുക്ക് യു ടു പ്ലസ് പി വി ടു മൈനസ് ഓഫ് യു വൺ പ്ലസ് പി വി വൺ എന്ന് എഴുതാം. അപ്പൊ ഈ യു പ്ലസ് പി വി എന്ന് പറയുന്നതാണ് എന്ത്, നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ യു ടു പ്ലസ് പി വി ടുവിനെ നമുക്ക് എച്ച് ടു എന്ന് എഴുതാം. യു വൺ പ്ലസ് പി വി വൺ നമുക്ക് എച്ച് വൺ എന്ന് എഴുതാം. അതാണ് ഇവിടുത്തെ ക്യൂ പി എന്ന് പറയുന്നത്. എങ്കിൽ ക്യൂ പി ഈക്വൽ ടു നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് എഴുതുന്നു. ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. എച്ച് ഇസ് ഇക്വൽ ടു യു പ്ലസ് പി വി, അതാണ് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച്, അല്ലെങ്കിൽ ക്യൂ, അതാണ് യു പ്ലസ് പി വി എന്ന് പറയുന്നത്. ഓൾസോ ക്യൂ ഇസ് എ പാത്ത് ഡിപെൻഡന്റ് ഫംഗ്ഷൻ. നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്ന ഒരു പാത്ത് ഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്. പക്ഷേ എൻതാൽപ്പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം എൻതാൽപ്പി എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ച് ഇസ് ഇക്വൽ ടു യു പ്ലസ് പി വി ആണ്. യുവും പിയും വിയും എല്ലാം എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് കിട്ടിയ എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ക്യൂ എന്ന് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത് പാത്ത് ഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു സിസ്റ്റത്തിന്റെ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആ സിസ്റ്റത്തിനുണ്ടായ എൻതാൽപ്പി ചേഞ്ച് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ്ട്രാതെർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, എൻഡോതെർമിക് റിയാക്ഷന് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഈ ഇക്വേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി, അല്ലെങ്കിൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പി കോൺസ്റ്റന്റ് ആണ്. നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്താവും, ഈ പി ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു ആയി പോകും. ഓക്കെ, നമ്മൾ ഈ എൻതാൽപ്പിയും ക്യൂവും ആകെ എന്താണ്, ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താവും, കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ഹീറ്റ് അവിടെ ഡയറക്ട്ലി എൻതാൽപ്പി ആയിട്ട് മാറും. ക്യൂ എന്ന് പറയുന്ന ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, എച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ ഡിഫറൻസ് ആലോചിക്കുക. ഓക്കെ, ഇന്ന് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്താണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.